എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഈ മന്ത്രിയൊന്നും ആകാതെ നേരിട്ട് മുഖ്യമന്ത്രി ആകുന്ന രീതി. ഞാനത് പറയാ ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഞാൻ എന്തിനാ ഈശ്വര എനിക്കറിയാം ചാണ്ടിയമ്മന്റെ പ്രകൃതം എനിക്കറിയാം. അതിലൊന്നും വളരെ വിഷമിക്കുവോ തന്നാ കുഴപ്പമില്ല, നമ്മൾ ഭരിക്കും. എന്നെ വിളിക്കുന്ന പേര് കൂക്ക എന്നാണ്. അതെ, കുടുംബക്കാര്. അല്ല അടി കൂടി ഇപ്പം പത്താന്ന് അടിക്കുന്നു. നെഞ്ചില് ഞാൻ മരിക്കണമെന്നാണോ പറയുന്നത്? പറഞ്ഞതപ്പത്തോയെ മന്ത്രിസ്ഥാനം കിട്ടാതെ 2-3 പേരെയും കണ്ടു. നിരാശയുടെ ആഴങ്ങളിൽ പതിച്ചു ജീവിതം. അജയുടെ സമയം വളരെ മോശമാണ്. പെണ്ണും പോയി, മോഷണ ശ്രമത്തിനിടയിൽ പിടിക്കപ്പെട്ടു, മർദ്ദനമേറ്റു. ഇനി എന്തൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും? ഞാൻ ഇത്തിരി പ്രശ്നത്തെ കൂട്ടി ഒരാൾ അയക്കവട്ട അല്ല, ഇതിന് വർഷങ്ങളായി പറയുന്ന കാര്യമായിട്ട് കുഴപ്പമില്ല. അതൊരു പുതിയ കാര്യമല്ലേ. ഏറ്റവും തിരിച്ചറിവുള്ള വോട്ടർമാർ കേരളത്തിലാണ്. വീട്ടിൽ ഇരുത്തേണ്ടവനെ വീട്ടിൽ ഇരുത്തും, നിയമസഭയിൽ അയക്കേണ്ട നിയമസഭയിൽ മന്ത്രി കസേര ഇരുത്തുന്നവനെ ഇരുത്തും. ഒരു സംശയമില്ല. ആരെ തിരിച്ചറിവിനെ കുറിച്ചൊന്ന് പറഞ്ഞു. അവര് അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. അതിന്റെ വേറൊരിത്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ ഭീഷ്മാചാര്യനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല, നമുക്കൊക്കെ അറിയുന്ന പോലെ അദ്ദേഹത്തിന് നല്ല അമണ്ടം പാര വെച്ചു കൊടുത്ത ആൾക്കാർ. ഓരോ വ്യക്തിക്കും ഞാൻ വിചാരിക്കുന്നത് ഈ രാജ്യത്തും അത് പറയാം, തത്വമസി എന്നുള്ള ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ദൈവമാകാനുള്ള ഫിലോസോഫിക്കൽ ആവുന്നു. മീഡിയ ഫീൽഡിലുള്ളവർക്കും ആവാം, രാഷ്ട്രീയക്കാർക്കും ആവാം, അല്ലെ IAS എല്ലാരും വിളിച്ചു.